ഗൈസ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു കാര്യത്തെ പറ്റി എനിക്ക് ആദ്യം പറയുമ്പോൾ തന്നെ ചിരിയാണ് വരുന്നതെന്ന് പറയാം. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. അതിനു മുമ്പ് ഒരു ഇൻസിഡൻറ്റ് ഇപ്പം സ്റ്റിമാച്ച് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അത്ര. അതായത് നമ്മളെ ഇനി അടുത്തൊരു മത്സരങ്ങളുണ്ടല്ലോ, കുവൈറ്റും ഖത്തറിനൊക്കെ എതിരെ നടക്കാൻ പോകുന്ന മത്സരങ്ങൾ. അപ്പം ഈ മത്സരത്തിലേക്ക് വരുന്നൊരു സമയത്ത് നമ്മൾ ഐ ലീഗിലെ താരങ്ങളെ പിക്ക് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ ചിരി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചില വൈകിയ വേളയിൽ നമുക്ക് വെളിപാടുണ്ടാകുക എന്ന് പറയത്തില്ലേ, അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ പരീക്ഷയ്ക്കൊക്കെ ആണെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ മറിച്ച് നോക്കി ആദ്യത്തെ നമുക്ക് കുറച്ച് അറിയാവുന്ന ക്വസ്റ്റ്യനൊക്കെ ഉത്തരം എഴുതിയിട്ട് നമ്മളിങ്ങനെ അന്തം നോക്കിയിരിക്കുമല്ലോ, ഇനി എന്ത് ചെയ്യുമെന്നറിയാണ്ട്. അങ്ങനെ പരീക്ഷയുടെ അവസാനത്തെ 10 മിനിറ്റിലായിരിക്കും നമുക്ക് അറിയാവുന്ന ഒരു 16 മാർക്കിൻ്റെ ഒരു ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഏറ്റവും പുറയിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ധൃതി പിടിച്ച് എഴുതാൻ തുടങ്ങുമ്പോഴത്തേക്കും പരീക്ഷ അവസാനിച്ചിരിക്കും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. സ്റ്റിമാച്ച് അദ്ദേഹത്തിൻ്റെ അവസാന സമയത്തിലേക്ക് അടുക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള ചില തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പം ഞാൻ തന്നെ മുമ്പും പലപ്പോഴും വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മുടെ ഐ ലീഗിൽ കളിക്കുന്ന ചില പ്ലേയേഴ്സിനെ എത്തിക്കണം. അതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ഒരു സ്ട്രൈക്കർ ഇൻസ്റ്റിൻ്റ് ഉള്ള താരങ്ങൾ പലപ്പോഴും നമ്മുടെ നാഷണൽ ടീമിൽ ഇല്ല എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പം മൻവീർ ആണെങ്കിലും ഇഷാൻ ആണെങ്കിലും റഹീം അലി ആണെങ്കിലും ഇവർക്ക് എനഫ് ടൈം കിട്ടുന്നില്ല. അപ്പം മൻവീർ ഒരു വിങ്ങറായിട്ടാണ് കളിക്കുന്നത്, റഹീം അലിയും അങ്ങനെ പ്രോപ്പർ നമ്പർ 9 അല്ല കളിക്കുന്നത്. ഇഷാനാണെങ്കിൽ ഗെയിം ടൈം തന്നെയാണ്. പിന്നെ പല പ്ലേയേഴ്സിൻ്റെ കാര്യം അതൊക്കെ തന്നെയാണ് അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഐസ്വാളിൽ കളിക്കുന്ന ലാൽ ബാഗ്നാന എന്ന് പറഞ്ഞ പ്ലെയർ. ഇപ്പം അദ്ദേഹം സുനിൽ ഛേത്രിയുടെയും മുഹമ്മദ് റാഫിയുടെയും റെക്കോർഡൊക്കെ തന്നെ തകർത്തു. അതായത് ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കുന്ന ഇന്ത്യൻ സ്ട്രൈക്കർ എന്ന നിലയിൽ. അതുപോലെ തന്നെ ഡേവിഡ് എന്ന് പറഞ്ഞിട്ട് മുഹമ്മദിൻ്റെ ഒരു പ്ലെയർ ഉണ്ടായിരുന്നു. അദ്ദേഹവും പറഞ്ഞ പോലെ സ്ട്രൈക്കർ ഇൻസ്റ്റിൻ്റ് ഉള്ള ഡുറൻ കപ്പിലെ ടോപ്പ് സ്കോറായിട്ട് ഇപ്പോൾ ഐ ലീഗിലും മുഹമ്മദിന് വേണ്ടി നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്ലെയറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവരെയൊക്കെ എടുക്കണം എന്നുള്ളതൊക്കെ മുമ്പ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഏതായാലും സ്റ്റിമാച്ചിന് തൻ്റെ അവസാന നിമിഷങ്ങളിൽ, അതായത് അദ്ദേഹം ഇപ്പം എല്ലാവരും AFF തന്നെ മൊത്തത്തിൽ മടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വെളിപാടുണ്ടാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഐ ലീഗിൽ നിന്ന് എന്തുകൊണ്ട് പ്ലേയേഴ്സിനെ എടുത്തുകൂടാ എന്നുള്ളത് ഞാൻ ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ തജിക്കിസ്ഥാൻ്റെ കൊമ്രോൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലെയർ ഉണ്ട്. അദ്ദേഹം ഐ ലീഗിൽ ഗോകുലത്തിലും അതിന് മുമ്പ് മറ്റ് ക്ലബ്ബുകളിലൊക്കെ കളിച്ചിരുന്ന പ്ലെയറാണ്. അതുപോലെ അഫ്ഗാനിസ്ഥാൻ്റെ മുഹമ്മദ് എന്ന് പറഞ്ഞ പ്ലെയർ കഴിഞ്ഞ ദിവസം കളിച്ച പ്ലെയറാണ്. അദ്ദേഹം ഗോകുലത്തിൻ്റെ കീ പ്ലെയർ ആയിരുന്നു അവർ ടൈറ്റിൽ വിൻ ചെയ്യുന്നൊരു സമയത്ത്. അതുപോലെ തന്നെ ഐസ്വാളിൽ കളിച്ചിട്ടുള്ളൊരു പ്ലെയർ ഒരു ആഫ്രിക്കൻ നാഷണൽ കോളപ്പ് കിട്ടിയെന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ഐ ലീഗിനോട് ഒരു എന്താ പറയുക, ഒരു ഐത്വം കാണിക്കുന്നത് ഉറപ്പായിട്ടും നാഷണൽ ടീമോ നമ്മുടെ നാഷണൽ ടീം സ്വന്തം നാഷണൽ ടീം മാത്രമാണ് എന്നുള്ളതാണ് ഇതുകൊണ്ട് പ്രൂവ് ചെയ്യുന്നത്. ഇപ്പോൾ തജിക്കിസ്ഥാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യൻ കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനൽസ് കയറിയതാണ്. ഏഷ്യൻ കപ്പിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ടീമാണ്. അവിടെ ഒരു ഐ ലീഗ് കളിച്ചിരുന്ന ഒരു പ്ലെയറൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം ഇതാണ് പല കാര്യങ്ങളും വളരെ വൈകിയ വേളയിലാണ് വെളിപാടുണ്ടാകുന്നത്. ഇപ്പം അത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം കോച്ചിനൊരു വല്ലാത്തൊരു കോൺട്രാക്ട് സിറ്റുവേഷൻ കൊടുത്തിട്ട് ഇപ്പം ആകപ്പാട് പുള്ളി ഒഴിവാക്കാൻ പറ്റില്ല. ഒഴിവാക്കേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ അങ്ങനെ തോന്നിയ സമയത്ത് പല പ്രശ്നങ്ങൾ നൂലാമാലകൾ നിൽക്കുന്നു. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാണ്. ഇപ്പം വിയറ്റ്നാമിൻ്റെ കേസിൽ അവർ ഏഷ്യ കപ്പിൽ മോശം പ്രകടനമായിരുന്നു. ഇപ്പം ഇന്തോനേഷ്യക്കെതിരെ 3-0 തോറ്റ സമയത്ത് കോച്ചിന് ഇമ്മീഡിയറ്റ് ആയിട്ട് സാക്ക് ചെയ്യാണ്. അതുപോലെ തന്നെ ഇപ്പം ആസിയാനിലൊരു ടോപ്പ് കൺട്രി ആയിരുന്നു വിയറ്റ്നാം. അവരുടെ മറ്റ് കൺട്രീസായിട്ടുള്ള ഇന്തോനേഷ്യയും അതുപോലെ തായ്ലൻഡ്, മലേഷ്യയും പോലെയുള്ള രാജ്യങ്ങളൊക്കെ ഒറിജിൻ പ്ലേയേഴ്സിനെയും നാച്ചുറലൈസ്ഡ് പ്ലേയേഴ്സിനെയും കൊണ്ടുവരുന്ന സമയത്ത് ഇപ്പം വിയറ്റ്നാം ഏഷ്യയിലെ തന്നെ ടോപ്പായിട്ട് ഒരു ഗ്രാസ് റൂട്ട് ഡെവലപ്മെൻ്റ് ഒക്കെ നടന്ന ടീമാണ്. അവരും ഇപ്പം ഈ ഒരു ഒറിജിൻ പ്ലേയേഴ്സിന് അല്ലെങ്കിൽ നാച്ചുറലൈസ്ഡ് പ്ലേയേഴ്സ് എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് കൂടി വർക്ക് ചെയ്യാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ്. ഇവിടെയൊക്കെയാണ് ഇന്ത്യ ഇപ്പം നമ്മളൊക്കെ പലപ്പോഴും, നമ്മളെന്നല്ല ഇന്ത്യൻ ഫുട്ബോൾ ഫാൻസ് നിരന്തരം ഇതിന് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇതൊക്കെ എല്ലാം വൈകിയ വേളയിൽ പലതും ചെയ്യും. ഇതിപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും, പക്ഷേ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ചെയ്യുന്നത്. അതാണ് ഈ പറയുന്നത്. ഇപ്പം ഇന്ത്യൻ ഫുട്ബോൾ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഡെവലപ്മെൻറ്റ് ഭയങ്കരമായിട്ടൊക്കെ ഉണ്ടായെന്ന് പറയുമ്പം ഡെവലപ്മെൻറ്റ് ഉറപ്പായിട്ടും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ 10 വർഷം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഡെവലപ്മെൻറ്റിൻ്റെ ഡബിളോ ത്രിബിളോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ ഒക്കെ പല ഏഷ്യൻ രാജ്യങ്ങളും ഉണ്ടാക്കുന്നു. അതിൻ്റെയൊക്കെ ഒരു ഉദാഹരണമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കിക്കോ, ഇങ്ങനത്തെ ഒരു ഗതിയിലാണ് പോകുന്നതെങ്കിൽ നമ്മൾ സാഫിൽ പോലും സ്ട്രഗിൾ ചെയ്യും. ഇപ്പം സാഫിൽ ശ്രീലങ്ക അല്ലെങ്കിൽ ബംഗ്ലാദേശ് ആൻഡ് പാകിസ്ഥാൻ ഇവരൊക്കെ ഈ പറഞ്ഞ പോലെ ഒറിജിൻ അല്ലെങ്കിൽ നാച്ചുറലൈസ്ഡ് പ്ലേയേഴ്സിനെയൊക്കെ കൊണ്ടുവരുന്നൊരു പാതയിലാണുള്ളത്. ശ്രീലങ്ക നല്ല റിസൾട്ട് ഉണ്ടാക്കി. ബംഗ്ലാദേശ് അവർ പ്രീമിയർ ലീഗിലൊക്കെ കളിച്ചിട്ടുള്ള പ്ലെയറിനെ കൊണ്ടുവരുമെന്ന് വരെ പറയുന്നുണ്ട്. സോ അങ്ങനത്തെ ഒരു രീതിയിൽ നിൽക്കുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ നമ്മൾ സാഫിൽ തന്നെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത്. നമ്മൾ
സാഫ് റീജിയനിൽ തന്നെ ഇത്രയും നാൾ അവിടെ ഒരു ഡോമിനേഷൻ ഉണ്ടായിരുന്നു, അതും നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് പോകും. അപ്പം കാര്യമായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ, പണി എടുത്തില്ലെങ്കിൽ പണി പാളും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയമില്ല ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇപ്പം ഞാൻ നിരന്തരമായിട്ട് ഇങ്ങനെയുള്ള ഒരു സുഖകരമായിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളല്ല സംസാരിക്കുന്നത് എന്നുള്ളത് അറിയാം. പക്ഷേ ഇത് പറയാതിരിക്കാൻ കഴിയില്ല ഗൈസ്. ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് വരും. അതിൻ്റെ ഒരു റീസൺസും ഈ പറഞ്ഞതുപോലെ നിങ്ങളെപ്പോലുള്ള ഓരോരുത്തരും സോഷ്യൽ മീഡിയയിൽ നമ്മളുടെ പ്രതികരണങ്ങൾ ഒക്കെ അറിയിച്ചുകൊണ്ടേയിരിക്കണം. അതിൻ്റെയൊക്കെ ഒരു ബാക്കിയുത്തരം എന്നോണമാണ് ഇപ്പം AFF ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു മീറ്റിംഗ് കൂടി 5 പേര് അടങ്ങുന്ന സംഘം കമ്മിറ്റി ഈഗോർ ഷിമാച്ചിനെ നേരിട്ട് കണ്ട് കാര്യങ്ങളെ സംസാരിക്കാൻ പോയി. അപ്പം നമ്മളുടെ വോയിസിന് ഉറപ്പായിട്ടും അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഉണ്ട്. അത് നമ്മൾ കാണിച്ചുകൊണ്ടേയിരിക്കണം. ഈവൻ എക്സിലാണെങ്കിലും അല്ലെങ്കിൽ ഏത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത് കൂടിയാണ് ഞാൻ ഒരു വീഡിയോ ആയിട്ടും കൂടി ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായും കമന്റ് സെക്ഷനിൽ കാണിക്കുകയാണ്. സനിയ.